അപ്പോൾ CSI സഭയുടെ പാസ്റ്ററൽ സെക്രട്ടറിയാണ്. നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനർ കൂടിയാണ്. എൻ്റെ പേര് ജോർജ് സെബാസ്റ്റ്യൻ. ഞാൻ ആക്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഹോദരയും കൂട്ടായ്മയുണ്ട്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ ഫെസ്റ്റിൻ്റെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ്. സാജൻ വെള്ളൂർ സാജൻ ആക്സിൻ്റെ ട്രഷററും ഈ ഫെസ്റ്റിൻ്റെ ട്രഷററും കൂടിയാണ്. ബഹുമാന്യനായ ജയരാജച്ചൻ, ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, ഇന്ന് നമ്മുടെ സാമൂഹിക മേഖലയിലെ ഏറ്റവും നല്ല വാർത്താ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ തിരുവനന്തപുരത്തിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെയും ചരിത്രത്തിലാദ്യമായി ക്രിസ്മസിനോടനുബന്ധിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന എല്ലാ സഭകളും മറ്റ് മതത്തിൻ്റെ ചില മേഖലയിലുള്ള ആത്മീയ കൂട്ടായ്മകളും ചേർന്നിട്ടാണ് ഡിസംബർ മാസം 21 മുതൽ ജനുവരി മാസം 1 വരെ ഇതേ കോമ്പൗണ്ടിലുള്ള ഫ്രണ്ടിലുള്ള ഏകദേശം 5ഓളം ഏക്കർ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിലൊരു കാർണിവൽ ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന പേരിൽ അത് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ഓണം വാരാഘോഷം പോലെ നടത്താനുള്ളൊരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണിത് അവതരിപ്പിക്കുന്നത്. ഇത് ആക്സ് എന്ന് പറയുന്ന ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ACTS ആക്സും അതുപോലെ തന്നെ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുമാണ് പ്രധാനമായും ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. കേരള ടൂറിസം വകുപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, അവരുടെയും കൂടെ അസോസിയേറ്റഡ് ആയിട്ടാണ് നടത്തുന്നത്. പിന്നീട് ശാന്തിഗിരി ആശ്രമം, തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ്, ഇവരാണ് നമ്മുടെ അസോസിയേറ്റ് ആയിട്ട് ചേരുന്ന ക്രൈസ്തവേതര സംഘടനകളെന്ന് പറയുന്നത്. പിന്നെ മറ്റ് സാമൂഹിക സംഘടനകളൊക്കെ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രോഗ്രാംസിൻ്റെ ഒരു കോർഡിനേഷൻ ചെയ്യുന്നത് ബഹുമാന്യനായ ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ പ്രിയപ്പെട്ട സുരേഷ് സാറാണ്. ഇതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ക്രോഡീകരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഈ മേഖലയിലുള്ള പല ആളുകളും ഇതിനകത്ത് പങ്കാളികളാകുന്നുണ്ട്. ഏകദേശം 200ഓളം വരുന്ന ഒരു സ്വാഗത സംഘ കമ്മിറ്റിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇതിൽ വിശദമായ കാര്യങ്ങൾ ജനറൽ കൺവീനറും ചീഫ് കോർഡിനേറ്ററും പറയും. ഞാൻ നിങ്ങളെ ഒന്ന് സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് 10 ദിവസവും നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായും എക്സിബിഷനും സ്റ്റേജ് ഷോയുമാണ്. പിന്നീട് ഉദ്ഘാടനവും സമാപനവും ഒരു മാനവ മൈത്രി സമ്മേളനം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാനവ മൈത്രി സമ്മേളനം, അതിനെക്കുറിച്ചും എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയും. അതിനെ സംബന്ധിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ, ഏഷ്യയിലെ ഏറ്റവും വലിയ, അത് മാത്രമേ ഞാനിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ, ക്രിസ്മസ് ട്രീ 120 അടി 12 നില കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലുള്ള, നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും കണ്ടു കാണും. അതിൻ്റെ സ്ട്രക്ചർ വർക്ക്, സ്കെൽട്ടൺ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 ദിവസത്തിനകം അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കടന്നു വരും. അപ്പോൾ അത് ഇന്ന് വരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, ഏഷ്യൻ രാജ്യങ്ങളിലും ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ആയിരിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ മറ്റൊരു ഹൈലൈഷൻ, നമ്മളൊരു 1500ഓളം ബേഡ്സ് ഉള്ള ഒരു ബേഡ്സ് പാർക്ക് അല്ലെങ്കിൽ ബേഡ്സിൻ്റെ ഒരു എക്സിബിഷനുണ്ട്. അതിൽ സെൽഫി എടുക്കാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബേഡുകളുണ്ട്. ഒട്ടകപക്ഷി, സ്പെഷ്യലായിട്ട് വളർത്തുന്ന 2-3 ഒട്ടകപക്ഷികളുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗം. പിന്നെ കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ കുടുംബശ്രീയുടെ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ഫുഡുകളെ പരിചയപ്പെടുത്തുന്ന നാടൻ ഫുഡുകളെയും പിന്നെ ന്യൂ ജനറേഷൻ ഫുഡുകളെയും പരിചയപ്പെടുത്തുന്ന ഫുഡ് കോർട്ട്. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 10:30 വരെ സ്റ്റേജ് ഷോയാണ്. പ്രൊഫഷണൽ ഷോയുണ്ട്, കുട്ടികളുടെയും പള്ളികളുടെയും കലാപരിപാടി. ഇതാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒന്ന് CSI മധ്യകേരള സൗത്ത് കേരള ഡയോസിസ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ ഏറ്റവും പ്രബലമായ ഒരു സഭയാണ്. 600 ഇടവകളിലും ഏതാണ്ട് 3.5 ലക്ഷത്തോളം ജനങ്ങളുമുള്ള തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ള ഒരു സഭയാണ് ഇതിന് പ്രധാനമായിട്ടും അടിത്തറ നൽകുന്നത്. അവരുടെ കോമ്പീസുകളാണ് നടത്തുന്നത്. അവരുടെ ഒരു താല്പര്യമാണിത്. കാരണം 5000-ലധികം സ്റ്റാറുകളാണ് ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണും. ഏകദേശം പകുതിയിലധികം സ്റ്റാറുകൾ വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കി സ്റ്റാറുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം LMS ക്യാമ്പസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും അവരുടെ ഒരു ഐഡിയയും കൂടെയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാസ്റ്ററായിട്ട് ചുക്കാൻ പിടിക്കുന്നത് CSI സഭയുടെ ഒരു ബേസാണ്. ഈ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് LMS കോമ്പൗണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ്, മ്യൂസിയം,
സ്റ്റേഡിയങ്ങൾ ഇതിൻ്റെ എല്ലാം മധ്യത്തിലിരിക്കുന്ന മസ്കറ്റ് ഹോട്ടൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിലിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അട്രാക്റ്റീവ് പ്ലേസാണ്. അത് നേതൃത്വം നൽകുന്നവരാണ്. അവരുടെ ഇടവകകളിൽ നിന്ന് ധാരാളം ആളുകൾ അവരുടെയും കൂടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ആക്സ് പ്രിയപ്പെട്ട ജയരാജ് അച്ഛൻ പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 700ഓളം വരുന്ന വൈദികരുടെ നേതൃത്വം കൊടുക്കുന്ന വൈദികനാണ്, ടോപ്പാണ്. അച്ഛനാണ് ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ട് നേതൃത്വം നൽകുന്നത്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ആഗോള സംഘടനയാണ്. അതിൽ ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ജോർജ് സെബാസ്റ്റ്യൻ, അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. ഈ ആക്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബ്രീഫിംഗ് തരട്ടെ. ഇത് ക്രൈസ്തവ വിഭാഗത്തിലെ മുഴുവൻ സഭകളെയും കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എപ്പിസ്കോപ്പൽ സഭകൾക്കും പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും പെന്തക്കോസ്ത് സഭകൾക്കും പ്രത്യേകമായ ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ ഇതിനെല്ലാം കൂടെ പെന്തക്കോസ്ത് സഭകൾ, എപ്പിസ്കോപ്പൽ സഭകൾ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ, ഇൻഡിപെൻഡന്റ് സഭകൾ, ഇതിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ആക്സ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് സർവീസ്. അപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ജോർജ് സെബാസ്റ്റ്യൻ സാറ്. മറ്റു പല മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന പ്രിയ മഹേഷാണ്. ശാന്തിരിയിലെ കഴിഞ്ഞ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് അസോസിയേറ്റ് ചെയ്യുകയും പല കാര്യങ്ങളും ചേർന്ന് നടത്തുകയും ചെയ്തു. നമ്മൾ ഈ ആക്സ് എന്ന് പറയുന്ന സംഘടന 3 വർഷമായിട്ടൊരു കാർണിവൽ നടത്തുന്നുണ്ട്. അത് ഒന്നാമത് നടത്തിയത് നമ്മൾ ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം രണ്ടാമത് നടത്തിയത് കൊല്ലത്ത് CSI കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. ഒറ്റ ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. മൂന്നാമത് നടത്തിയത് കഴിഞ്ഞ വർഷം ശാന്തിഗിരിയിലായിരുന്നു. അന്ന് സ്റ്റീഫൻ ദേവസ്യയുടെ 2 ദിവസത്തെ പ്രോഗ്രാമോടുകൂടി നടത്തി. അതെല്ലാം 1-2 ദിവസത്തെ പ്രോഗ്രാമുകളായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം CSIയുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ 12 ദിവസത്തെ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 12 മുതൽ 14 ദിവസം വരെ സ്കൂള് തുറക്കുന്ന ദിവസം വരെ ഇവിടുത്തെ എക്സിബിഷൻ കണ്ടിന്യൂ ചെയ്യും. സ്റ്റേജ് ഷോ മാത്രം 31-ാം തീയതി അവസാനിക്കും എന്നുള്ളതേ ഉള്ളൂ. തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമാക്കി മാറണമെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. ഇത് ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും ഈ നഗരിയിൽ ഈ ട്രിവാൻഡ്രം ഫെസ്റ്റ് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം നൽകിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലായിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരുമായുള്ള അത്തരം ഒരു സഹകരണം ഈ വർഷം നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വർഷം മുതൽ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ഈ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി ഓണം എങ്ങനെ ആഘോഷിക്കുന്നു അനന്തപുരിയിൽ, അതുപോലെ തന്നെ ഈ പുതുവർഷവും ക്രിസ്മസും അതേ നിലയിലേക്ക് വലിയൊരു ഉത്സവമാക്കി നഗരത്തിൻ്റെ മേളയാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ സേവനവും സംഭാവനയും ചെയ്യേണ്ട ആളുകൾ നിങ്ങളാണ്. വലിയ പ്രബലമായ മാധ്യമങ്ങളെക്കാൾ ഉപരിയായി സാഹചര്യം പറഞ്ഞ പോലെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ എത്തുന്ന അല്ലെങ്കിൽ കൈകളിൽ എത്തുന്ന വാർത്തകൾ നിങ്ങളുടേതാണ്. അപ്പോൾ ഇതിനെ പരമാവധി വിജയിപ്പിക്കാനുള്ള നിങ്ങളുടെ എല്ലാ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. 20-ാം തീയതി വൈകുന്നേരം ഇതിൻ്റെ ഈ നക്ഷത്ര വിളക്കുകളും നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ ലൈറ്റ് സോൺ കർമ്മമുണ്ട്. വൈകിട്ട് 6 മണിക്കാണ്. 21-ാം തീയതിയാണ് ഉദ്ഘാടന സമ്മേളനം. അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തികളോ മന്ത്രിമാരോ സാമൂഹ്യ രംഗത്തുള്ള പ്രഗത്ഭരാളികളോ വിവിധ സഭകളുടെ ഉന്നതരായ ബിഷപ്പുമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ടാവും. അതുപോലെ ഈ 6 മണി മുതൽ എല്ലാ ദിവസങ്ങളിലും വിവിധ ചർച്ചുകളുടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും കലാപരിപാടികൾ ഉണ്ടാവും. അതിനുശേഷം ഈ സമ്മേളനം നടന്നിട്ട് ഈ പ്രൊഫഷണൽ രംഗത്തുള്ള പ്രധാനപ്പെട്ട കലാകാരന്മാർ സന്ദേശം എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് 6 മണിക്കുള്ളൂ. അതിനുശേഷമാണ് ഈ പ്രധാനപ്പെട്ട കലാകാരന്മാർ അവരുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളുണ്ടാവും. ഈ 3 മണി മുതൽ 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവേശനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം പകൽ സമയത്ത് നല്ല വെയിലായിരിക്കും. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേന് ആളുകൾക്ക് വലിയ വെയിലൊന്നും ഏൽക്കാതെ നല്ല അന്തരീക്ഷമുള്ള ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പം
സ്വസ്ഥമായി വന്ന് ഒരു 6-7 മണിക്കൂർ ചിലവഴിക്കാനുള്ള ഒരു സംവിധാനം എന്നാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാ തരത്തിലും ആളുകൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന വലിയൊരു സന്ദേശം ഇതിനകത്ത് എത്തിക്കുന്നു. അതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമായ ഒരു ആഘോഷം എന്ന നിലയിലല്ല ഞങ്ങൾ കാണുന്നത്. ഈ നാട്ടിലെ എല്ലാ ക്രൈസ്തവ ഇതര ആത്മീയ പ്രസ്ഥാനങ്ങളും മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങളും അവരെല്ലാം ഒരുമിച്ച് കൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സാജൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമിജി ഉൾപ്പെടെ പാളയം ഇമാമടക്കം മറ്റ് നിരവധി ഇതര സാമൂഹിക പ്രസ്ഥാനങ്ങൾ അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ മേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി മാറ്റുവാൻ നിങ്ങളുടെ എല്ലാം സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക മീഡിയ സെൻറ്റർ ഉണ്ടാവും. എത്ര ആളുകളുണ്ടെന്നുള്ള അതനുസരിച്ചുള്ള മറ്റ് എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ എല്ലാം സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുവന്ദരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ആമുഖമായി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇത്രയും ഓൺലൈൻ മീഡിയ പ്രവർത്തകർ, പ്രത്യേകിച്ച് കേരളത്തെ ഓരോ മലയാളികളുടെ മനസ്സിൽ ചൂടുള്ള വാർത്തകൾ അതാ സമയത്ത് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ നാളെ നിർവഹിക്കുന്നുണ്ട്. അതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. CSI ദക്ഷിണേന്ത്യ മഹായിടവക 1959 ആരംഭിച്ചതാണ്. 1959 ഈ മഹായിടവക രൂപപ്പെടുന്നത്. പക്ഷേ ഈ സഭയുടെ ചരിത്രം 1806 തുടങ്ങുകയാണ്. LMS മിഷണറിമാരിവിടെ വന്ന് അവിടെ സേവനം തുടങ്ങുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരത്താണ്. അവർ തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആതുര സേവന പ്രവർത്തനങ്ങളൊക്കെ ഇന്നും സഭ വളരെ കാര്യക്ഷമമായി സമൂഹത്തിൽ നടത്തപ്പെടും. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ മഹായിടവയിൽ 3.5 ലക്ഷത്തോളം കുടുംബമുണ്ട്. 10 ലക്ഷത്തോളം ആളുകളുള്ള ഒരു സഭയാണ്. 650 പരം ചർച്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം 675ഓളം വൈദികരും സഭാ ശുശ്രൂഷ അടങ്ങുന്ന ഒരു മഹത്തായ സഭയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ജനസംഖ്യ കൊണ്ടും സേവനം കൊണ്ടും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സഭയാണ് CSI സഭ. അത് LMS പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ ഭാഗമായി 1806 ആരംഭിച്ച സുവിശേഷ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഒരു സഭയാണ് ഈ സഭ. പ്രത്യേകിച്ച് കഴിഞ്ഞ 25 വർഷത്തിലേറെ നമ്മുടെ സഭ ക്രിസ്മസ് ആഘോഷം, പ്രത്യേകിച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ ഏറ്റവും നന്നായി ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് CSI ദക്ഷിണേന്ത്യ മഹായിടവയാണ്. മഹായിടവ സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ സാറാണ്. അപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിലേറെ വളരെ ഭംഗിയായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് നമ്മുടെ LMS കോമ്പൗണ്ടാണ്, നമ്മുടെ സഭയാണ്. ഇപ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രം ബെസ്റ്റ് എന്ന പേരിലാണ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവ മാത്രമല്ല, മഹായിടവയ്ക്ക് അഭ്യുകാംക്ഷികളായ നിരവധി മതപ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യമുള്ള ട്രിവാൻഡ്രം ബെസ്റ്റ് എന്ന പേരിൽ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ കേട്ടതുപോലെ 12 ദിവസത്തെ പ്രോഗ്രാമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 21 മുതൽ 1-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഓരോ ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്. രാഷ്ട്രീയ സാമൂഹിക മതമേഖലകളിൽ പ്രഗത്ഭരായ ആളുകളാണ് വേദി പങ്കുവയ്ക്കുന്നത്. 7 മണി മുതൽ 7:30 വരെയുള്ള സമയത്താണ് ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ ആഘോഷ പരിപാടികളാണ് ക്യാമ്പസിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതിലെല്ലാവരും അണിചേരുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക കേരളത്തിൻ്റെ ആ മഹത്വത്തെ വാനോളം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു മഹനീയമായ ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം. ഈ ദിവസം നടക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ പൊതുസമൂഹത്തിന് എത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അതിൽ നിങ്ങളുടേതായ
പ്രാർത്ഥന നിർഭരമായ പിന്തുണയും പ്രോത്സാഹനം നൽകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്, ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നത് നമ്മുടെ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മിഷണറിമാരുടെ പ്രവർത്തനവും അങ്ങനെയായിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമമായിരുന്നു അവിടെ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ ആ പാരമ്പര്യം നിലനിൽക്കുന്ന ഞങ്ങളുടെ ചർച്ചിനും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു പുതിയ ഒരു മാതൃക സൃഷ്ടിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വലിയ ദൗത്യം കൂടെ ഈ ക്രിസ്മസ് നാളിൽ ഇവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിയിച്ചൊരുക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റും കൂടെ അതിനകത്ത് പങ്കുചേരും. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടെ പങ്കുചേരുന്നു. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും സാംസ്കാരിക കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പ്രോഗ്രാം ക്രമീകരിക്കുന്നത്. ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ എല്ലാ ഡിനോമിനേഷനുകളിലും, അതായത് RC ആവട്ടെ, LC ആവട്ടെ, ബന്ധക്കോസ്ത് ആവട്ടെ, എല്ലാ ഭാരതത്തിൻ്റെ എല്ലാ രൂപതകൾ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സഭകളും ഏറ്റവും കൂടുതലും ജനസംഖ്യയുള്ള ഒരു മഹാസഭയാണ് ദക്ഷിണ കേരള മഹായിടവക. തെക്കൻ കേരളത്തിൽ പാറശാല മുതൽ ബിദിര, കഴക്കൂട്ടം, കാഞ്ഞിരംകുളം ഇങ്ങനെ ചുറ്റി തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ 652 സഭയും ഏകദേശം 9,60,000 ജനസംഖ്യയുമുള്ള ഒരു മഹാസഭയാണ് ദക്ഷിണ കേരള മഹായിടവക. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 17.5 ഏക്കറിലാണ് ദക്ഷിണ കേരള മഹായിടവകയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് അഭിമാനം എന്നോണം ഈ 17.5 ഏക്കർ സ്വത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഘോഷിപ്പിക്കപ്പെടുന്ന നാളുകളാണ് 21 ഡിസംബർ മുതൽ 1-ാം തീയതി വരെ ആചരിക്കപ്പെടുന്നത്, ആഘോഷിക്കപ്പെടുന്നത് എന്ന് വളരെ സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി, ഓരോ ഭവനത്തിലും യേശുക്രിസ്തു പുതുതായി ജനിച്ച് ക്രിസ്മസ് എത്തിച്ചേരുവാനുള്ള പ്രഘോഷണം അറിയിക്കുക എന്ന ദൗത്യത്തോടൊപ്പം എല്ലാവരുടെയും ഒരു കൂടിവരവ്, മതസൗഹാർദ്ദ കൂടിവരവ് ഈ മഹായിടവക ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് എല്ലാ മതവിഭാഗങ്ങളുമായി ക്രൈസ്തവ സംഘടനയായ ആക്സോട് കൂടി ചേർന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി സമർപ്പണത്തിൻ്റെ ഒരു മനോഭാവത്തോടുകൂടി, സ്നേഹത്തിൻ്റെ അർപ്പണത്തോടുകൂടി, അനുസരണയുടെ മനോഭാവം അറിയിക്കുന്നതിലേക്ക് വേണ്ടി, ക്രിസ്മസ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ദക്ഷിണ കേരള മഹായിടവകയുടെ നേതൃത്വത്തിൽ ഇന്നാളുകളിൽ നടന്നു വരുന്നത്. അതിലേക്ക് വേണ്ടി തെക്കൻ കേരളത്തിലെ എല്ലാ മതത്തിലുള്ളവരെയും ദക്ഷിണ കേരള മഹായിടവകയിലേക്ക് ക്ഷണിച്ചു.